അപ്പം നമ്മളൊന്ന് കുറച്ച് നെയ്ച്ചോറ് വെക്കാൻ പോവാണ്. വർക്കായിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. പ്രിപ്പയർ ചെയ്ത് നമുക്കൊന്ന് കണ്ടാലോ? ആരും പേടിക്കണ്ട. അപ്പൊ ഈ ഉള്ളിരിന്നാണ് എൻ്റെ മാമ, ഉമ്മാന്റെ ഉമ്മി വില്ലുമ്മ എന്നൊക്കെ പറയും. ഇതാണ് എൻ്റെ ഉമ്മ അരി എടുക്കുന്നത്. അതേ സമയത്ത് തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും അണ്ടിപ്പരിപ്പും പിന്നെ ഏലക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലൈസ് ചെയ്ത ഉള്ളി നമ്മൾ ഓയിലിട്ട് ബോയിൽ ചെയ്യുക, കരിയാണ്ട് പ്രത്യേകം നോക്കുക. അപ്പൊ തന്നെ നമ്മൾ എടുത്ത് വെച്ച കറുവപ്പട്ടി ഏലക്ക ഒന്ന് ഇളക്കി പൊട്ടിച്ചത് വെക്കാം. ശേഷം ഈ ഒരു രീതിക്കാണ് നമ്മൾ ബോയിൽ ചെയ്യേണ്ടത്. മഞ്ഞ കളർ വരുന്ന വരെ ബോയിൽ ചെയ്യുക. അപ്പൊ എന്റെ കയ്യിരിക്കുന്ന ഈ സാധനത്തിന് എന്നെക്കാരണം വയസ്സുണ്ട്. അപ്പൊ ഇതെന്താ സാധനം നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ, നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത്? ക്യാരറ്റ് ഞാൻ കുറച്ചും കൂടെ അരിഞ്ഞ് സെറ്റാക്കി. ശേഷം എൻ്റെ ഉമ്മി അരി കഴുകുന്നതാണ് നിങ്ങൾ കാണുന്നത്. 4-5 തവണ എൻ്റെ ഉമ്മി അരി കഴുകും. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ കഴുകുന്നത്? കാരണം ഒന്നല്ല, അരിയിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ക്ലീൻ ആവാനും പിന്നെ സ്മെല്ല് പോകാനും. അപ്പൊ അരിയും നമ്മൾ ബോയിൽ ചെയ്തെടുക്കാം. സെയിം ടൈമിൽ നമ്മൾ കുക്കർ ഓണാക്കി അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ നട്ട്സും ഏലക്ക എല്ലാം കാര്യങ്ങളൊക്കെ ഇട്ട് അതും ബോയിൽ ചെയ്യാം. ശേഷം ഈ അരി എടുത്ത് കുക്കറിലേക്ക് ഇടാം. വേണ്ടത്ര വെള്ളം ഒഴിക്കാം. പ്രത്യേകിച്ച് ഉപ്പിടാൻ മറക്കരുത്, ഉപ്പില് ടേസ്റ്റ് ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഒരു 5 വിസിൽ പോയതിനു ശേഷം നമുക്ക് നെയ്ച്ചോറ് റെഡിയാവും, എടുത്ത് കഴിക്കാനാണ്. ആ സമയത്ത് തന്നെ ഞാൻ നേരെ കുളിക്കാനും പോയി. അപ്പോൾ കരണ്ടും പോയി. അപ്പോൾ ഫ്രഷായി വന്നതിന് ശേഷം ഒന്ന് പറഞ്ഞ് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കഴിക്കാനാണ്. നോക്കും ബീഫും ഉണ്ട്. അങ്ങനെ ബീഫും കൂട്ടി ഒരു പിടിയും കഴിച്ച്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി പിന്നെ